നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇത് ഇത്രയും പ്രോൺസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ വെയിൻ കൂടി കളഞ്ഞാലേ ചെമ്മീൻ പ്രോപ്പറായിട്ട് ക്ലീൻ ആകത്തുള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ക്യാപ്സിക്കം, സവാള, തക്കാളി. ക്യാപ്സിക്കം 1 മതിയാവും. പിന്നെ എനിക്ക് 2 കളർ വേണ്ടതുകൊണ്ട് ഞാൻ ഹാഫ് വെച്ചെടുക്കുന്നത്. അതായത് ആകെ വേണ്ടത് ഒരു ക്യാപ്സിക്കവും ഒരു 4 സവാളയും ഒരു തക്കാളിയും മതിയാവും. അപ്പോൾ ഇതെല്ലാം ഒരു ക്യൂബ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു. ഇനി പാനിൽ ഒരു അല്പം എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പ്രോൺസ് ഓരോന്നായിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പ്രോൺസ് ഒക്കെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇടണം. എന്നിട്ട് ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ സവാളയുടെ കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സവാള ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ക്യാപ്സിക്കും എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളി ഞാൻ ആ പ്രോൺസ് മസാല പുരട്ടി വെച്ച ആ പാത്രത്തിൽ ഒന്നുകൂടെ ഒന്ന് ഇട്ട് ഇളക്കി ആ ബാക്കി മസാലയൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്ന് തോന്നിയാൽ ഈ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ പ്രോൺസും ഈ സവാളയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രോൺസിലെ ഈ ഒരു മസാലയൊക്കെ ഈ സവാളയിലും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ഈ റോസ്റ്റ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതിലും ഇഷ്ടം കുറച്ച് ഗ്രേവിയിൽ ഇരിക്കുന്നതാട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഒഴിക്കല്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മൾ പ്രോൺസിൽ തേച്ച മസാലയൊക്കെ സവാളയിലും പിടിച്ച് നല്ലപോലെ മിക്സായി നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ രീതിയിലുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടി ഉപ്പും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത് മാത്രം മതി, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എരിവ് മാത്രം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ. ഒന്നല്ലെങ്കിൽ പ്രോൺസിൽ കൂടുതൽ ചേർക്കുക. അപ്പോൾ അത് സവാളയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. ഇനി പ്രോൺസിൽ നമ്മൾ എരിവ് കുറഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ സവാള വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.